ഷാഫി പറമ്പിലിന് നേരെ ഒരു രാത്രി ആക്രമണം, തൊട്ടുപിന്നാലെ റോഡും നാടും ഒക്കെ കയ്യേറിയുള്ള കോൺഗ്രസ് പടയുടെ പ്രതിഷേധ പ്രകമ്പനം. അതിനിടയിൽ സന്ദീപ് വാര്യരുടെ ജയിൽവാസം, 9 ദിവസങ്ങൾക്ക് ശേഷമുള്ള ജാമ്യം. ഇവിടേക്കാണ് 13 വൈസ് പ്രസിഡന്റുമാരും 58 KPCC സെക്രട്ടറിമാരും ഒക്കെയായി ഒരു ജംബോ കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് വലിയൊരു അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഒരു നിർണായകമായ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതും. എന്നാൽ കോൺഗ്രസ് കേരളത്തിൽ അഴിച്ചുപണി നടത്താൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല, നാളെ കുറച്ചായി. ആദ്യം തന്നെ ചെയ്തത് KPCCയെ തന്നെ പുനഃസംഘടിപ്പിക്കലായിരുന്നു. കെ സുധാകരനെ മാറ്റുന്നതിനെതിരെ വലിയ മുറവിളികൾ നടന്നു എങ്കിലും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ആ വിഷയത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് സുധാകരന് അടക്കമുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടാണ് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയത്. അതിന് പിന്നാലെ വന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിളക്കം നമ്മൾ കാണുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് അഴിച്ചുപണി നടത്തി OJ ജനീഷിലേക്ക് കസാര എത്തിയത്. തുടർന്ന് BJP വിട്ടുവന്ന സന്ദീപ് വാര്യർക്ക് വരെ KPCC സെക്രട്ടറി സ്ഥാനവും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ജംബോ കമ്മിറ്റി ജംബോയാക്കി മാറ്റിയത്. ഇവിടെ അബിൻ വർക്കിക്ക് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയില്ല എന്നൊക്കെ ചാണ്ടി ഉമ്മൻ പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പറയുകയും ചെയ്തപ്പോൾ, പട്ടിക്ക് എല്ലിൻ കഷ്ണം കിട്ടിയതുപോലെ കോൺഗ്രസിനെതിരെ പറയാൻ മാധ്യമങ്ങൾ കിട്ടിയ ഒരു എല്ലിൻ കഷ്ണമായി പോയി ചാണ്ടി ഉമ്മന്റെ അതൃപ്തി. ഇതോടെ പിണറായി വിജയന് ഒത്താശ പാടുന്ന കൈരളി ചാനലിനെ പോലും തോൽപ്പിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന റിപ്പോർട്ടർ ചാനൽ കുത്തിത്തിരിപ്പൻ വാർത്തകളുമായി തുടങ്ങി. കോൺഗ്രസിൽ പൊട്ടിത്തെറി, ഭിന്നത തുടങ്ങി ഇങ്ങനെ 8 കോളം വലിയ വാർത്തകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ. എന്നാൽ അത്തരക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. അതൊന്ന് കാണാം. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തിട്ട നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. അങ്ങനെയൊന്നും സജീവമായിട്ടുള്ള ഏതെങ്കിലും കാര്യമായ അതിർത്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ സംതൃപ്തി. എല്ലാ MLA മാരെയും വന്നിട്ടില്ല. എല്ലാ MLA മാരും ഇല്ല. MLA മാരും വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അത് ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിംഗ് യങ്സ്റ്റർ, വെരി പ്രോമിസിംഗ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ്. അത് ഞങ്ങളെ ആലോചനയിലുണ്ട്. നിങ്ങളോട് എല്ലാ കാര്യവും പറയാൻ കഴിയാത്തതിലുള്ള പ്രയാസം പങ്കുവയ്ക്കാതെ. ആയിക്കോട്ടെ.